നമസ്കാരം. അനന്തപുരി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. കനത്ത മഴയിലും വിധിയെഴുത്തിനായി ജനം പോളിംഗ് ബൂത്തിലേക്ക്. ജില്ലയിൽ ശരാശരി പോളിംഗ്. യന്ത്രത്തകരാർ പലയിടത്തും വോട്ടെടുപ്പിനെ ബാധിച്ചു. തീരദേശത്ത് ശക്തമായ പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. മകനെതിരെ വിജിലൻസ് കേസെന്ന ഓലപ്പാമ്പ് കാട്ടി തന്നെ പേടിപ്പിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. ജനങ്ങൾ വിധിയെഴുതി. ഫലമറിയാൻ 7-ാം തീയതി വരെ കാത്തിരിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെക്കൻ കേരളത്തിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 1 കോടിയിൽ പരം വോട്ടർമാരാണ് വിധിയെഴുതിയത്. $31,161 സ്ഥാനാർത്ഥികളാണ് 7 ജില്ലകളിലായി മത്സരരംഗത്ത്. തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു. തുടക്കത്തിൽ മഴ പോളിംഗിനെ ബാധിച്ചു. ആദ്യ മണിക്കൂറുകളിൽ പോളിംഗ് മന്ദഗതിയിലായിരുന്നു. ഇക്കുറി ജില്ലയിലുടനീളം ശക്തമായ മത്സരമായിരുന്നു. മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ചു പല സ്ഥലങ്ങളിലും. കോർപ്പറേഷൻ മേഖലയിൽ BJPയുടെ സജീവ സാന്നിധ്യം UDFനും LDFനും തുടക്കത്തിൽ തന്നെ വെല്ലുവിളി ഉയർത്തിയിരുന്നു. UDFന് ചില സ്ഥലങ്ങളിൽ വിമത സ്ഥാനാർത്ഥികൾ വെല്ലുവിളിയായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച വാർഡുകൾ ആരെ തുണയ്ക്കുമെന്നറിയാതെ മുന്നണികളുടെ നെഞ്ചടിപ്പ് കൂട്ടുന്നു. ഇനി ഉറക്കമില്ലാത്ത ദിനങ്ങൾ. 7-ാം തീയതി ബാലറ്റ് പെട്ടി പൊട്ടിക്കുമ്പോൾ അറിയാം ഇക്കുറി ജനങ്ങൾ നെഞ്ചേറ്റിയതാരെ. കനത്ത മഴയിലും വിധിയെഴുത്തിനായി ജനം പോളിംഗ് ബൂത്തിലേക്ക്. ജില്ലയിൽ ശരാശരി പോളിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ശരാശരി പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് കനത്ത മഴയിൽ തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്നു എങ്കിലും ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാർ കൂട്ടത്തോടെ ബൂത്തുകളിലേക്ക് എത്തുകയായിരുന്നു. പ്രമുഖ നേതാക്കൾ രാവിലെ തന്നെ വോട്ടിടാനെത്തി. AK ആന്റണി ജഗതി സ്കൂളിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. അരുവിക്കര തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്ന് AK ആന്റണി പറഞ്ഞു. BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. UDF അല്ലാതെ മറ്റൊരു ബദലിനെക്കുറിച്ച് ജനം ചിന്തിക്കുക പോലുമില്ലെന്നും അദ്ദേഹം ജഗതി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബാർക്കോഴ വിവാദം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. യന്ത്രത്തകരാർ പലയിടത്തും വോട്ടെടുപ്പിനെ ബാധിച്ചു. തിരുവനന്തപുരത്ത് ശ്രീവരാഹം, വെൺപാലവട്ടം, തുമ്പ എന്നിവിടങ്ങളിൽ യന്ത്രത്തകരാർ മൂലം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഇടയ്ക്ക് തടസ്സപ്പെടുകയായിരുന്നു. 9 മണിക്ക് ശേഷം വോട്ടെടുപ്പ് സജീവമായി. തീരദേശത്ത് ശക്തമായ പോളിംഗ്. വോട്ടെടുപ്പ് സമാധാനപരം. വോട്ടെടുപ്പിന്റെ തുടക്കത്തിൽ തുലാവർഷം പെയ്തിറങ്ങിയത് സ്ഥാനാർത്ഥികളിലും പ്രവർത്തകരിലും ഏറെ ആശങ്കകൾ ഉയർത്തി. ഉച്ചകഴിഞ്ഞതോടെ വോട്ടർമാരുടെ നീണ്ട നിര മിക്ക പോളിംഗ് ബൂത്തുകളിലും ദൃശ്യമായി. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തീരദേശങ്ങളിലും ത്രികോണ മത്സരത്തിന്റെ ചിത്രങ്ങളാണ് കാണാൻ കഴിയുന്നത്.
മിക്കയിടങ്ങളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ ശക്തമായ പ്രവർത്തനങ്ങൾ മുന്നണികൾക്ക് തലവേദന ഉയർത്തുന്നുണ്ട്. പാർട്ടി പ്രവർത്തകരും സ്വതന്ത്രരും തങ്ങളുടെ വോട്ടർമാരെ ബൂത്തുകളിൽ എത്തിക്കാൻ സജീവമായി രംഗത്തെത്തിയത് പോളിംഗ് ശതമാനം ഉയർത്താൻ കാരണമായി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് ശക്തമായ ജാഗ്രത പാലിച്ചിരുന്നു. പോളിംഗിനിടെ അങ്ങിങ്ങ് സംഘർഷം, LDF പ്രവർത്തകന് വെട്ടേറ്റു. ആനാട് വഞ്ചുവം വാർഡിൽ തെരഞ്ഞെടുപ്പിനിടെ സ്ഥാനാർത്ഥിക്ക് വെട്ടേറ്റു. ആനാട് വഞ്ചുവം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഷമീമിനാണ് വെട്ടേറ്റത്. ഷമീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് CPM ആരോപിച്ചിരിക്കുന്നത്. അതേസമയം പെരുനാട് പഞ്ചായത്തിൽ 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ലെറ്റസ് ജെറോമിന് വെട്ടേറ്റു. ശനിയാഴ്ച രാത്രി 1:30-ഓടെ ബൈക്കുകളിലെത്തിയ അക്രമി സംഘം ലെറ്റസിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. RSSകാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPIM പ്രവർത്തകർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിൽ UDF തകരുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. ഈ തിരഞ്ഞെടുപ്പോടെ UDF ശിഥിലമാകും. കണ്ണൂരിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുക്കുമെന്ന് പറയുന്ന SP-ക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും പിണറായി വിജയൻ പറഞ്ഞു. CPM-നെയും BJP-യും വിമർശിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. CPM-ന്റെ അക്രമ രാഷ്ട്രീയം ജനങ്ങളിൽ നിന്ന് അവരെ അകറ്റിയതായി അദ്ദേഹം പറഞ്ഞു. BJP-യുടെ വർഗീയ അജണ്ടകൾ കേരളം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനായി അവർ കണ്ടെത്തിയ പുതിയൊരായുധമാണ് നായ്ക്കുരുണപ്പൊടി. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് 1.5 കിലോ നായ്ക്കുരുണപ്പൊടിയാണ് പോലീസ് കണ്ടെത്തിയത്. വർഗീയ അജണ്ടകൾ ആയുധമാക്കുന്ന BJP-യെ ഒരിക്കലും കേരളം അംഗീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാരുണ്യ ലോട്ടറി പോലുള്ള പ്രവർത്തനങ്ങളാണ് UDF സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ. ഈ സർക്കാർ ഭരണ തുടർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. മുൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കാൾ മികച്ചതാണ് ഈ സർക്കാർ ജനങ്ങൾക്കായി ചെയ്യുന്നതെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. വാർത്തകൾ തുടരും ഒരിടവേളയ്ക്ക് ശേഷം.